നമസ്കാരം. നെയ്യാറ്റിൻകര സബ് ആർ ടി ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. കൈക്കൂലി വാങ്ങി യോഗ്യതയില്ലാത്ത വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നൽകുന്നതടക്കം പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി. നെയ്യാറ്റിൻകര ജോയിന്റ് ആർ ടി ഓഫീസിൽ യോഗ്യതയില്ലാത്ത വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നൽകുന്നതിലൂടെ വൻ തുക കൈക്കൂലി വാങ്ങുന്നതായി വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ജില്ലാ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 പോലീസ് സൂപ്രണ്ടിന്റെ മേൽനോട്ടത്തിലുള്ള വിജിലൻസ് സംഘം മിന്നൽ പരിശോധന നടത്തിയത്. ജോയിന്റ് ആർ ടി ഓഫീസിലും പരിസരത്തിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ജോയിന്റ് ആർ ടി ഒയുടെ ഏജന്റായ സ്വകാര്യ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് 3500 രൂപ വിജിലൻസ് പിടിച്ചെടുത്തു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വിവിധ ഏജന്റുമാർ പല ദിവസങ്ങളിലും വൻ തുകകൾ ജോയിന്റ് ആർ ടി ഒക്ക് വേണ്ടി ഡ്രൈവറുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് അയച്ചു നൽകുന്നതായും ഇത്തരത്തിൽ ഓരോ മാസവും 1 ലക്ഷം രൂപയിൽ കൂടുതൽ നിക്ഷേപിച്ചിട്ടുള്ളതായി വിജിലൻസ് കണ്ടെത്തി. നെയ്യാറ്റിൻകര സബ് ആർ ടി ഓഫീസിൽ നിന്നും നിയമാനുസൃതം ലഭിക്കേണ്ട സേവനങ്ങൾ ഒന്നും തന്നെ കൈക്കൂലി നൽകാതെ ലഭിക്കുന്നില്ലെന്ന് പലതവണ നാട്ടുകാർ പരാതി നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് തുടർ അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് സർക്കാരിലേക്ക് നൽകുന്നതാണെന്ന് വിജിലൻസ് ഡയറക്ടർ അറിയിച്ചു. ഈ വർഷം ഇതുവരെ ഡിജിറ്റൽ ട്രാപ്പുകൾ ഉൾപ്പെടെ 31 ട്രാപ്പുകളായി ആകെ 42 പേരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പൊതുജനങ്ങളിൽ നിന്നും കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ നിരീക്ഷിച്ച് അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണെന്നും ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് ചെക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അഴിമതി തടയുന്നതിനായി നിരീക്ഷണം ശക്തമാക്കുന്നതാണെന്നും ജോയിന്റ് ആർ ടി ഒയുടെ ഏജന്റായ സ്വകാര്യ വാഹന ഡ്രൈവറിൽ നിന്ന് 3500 രൂപയാണ് പിടിച്ചെടുത്തത്. ഏജന്റുമാർ ജോയിന്റ് ആർ ടി ഒക്ക് വേണ്ടി ഡ്രൈവറുടെ ഗൂഗിൾ പേ നമ്പറിലേക്ക് പ്രതിമാസം 1 ലക്ഷത്തിലേറെ രൂപ വെച്ച് അയച്ചതായി കണ്ടെത്തി. നെയ്യാറ്റിൻകര സബ് ആർ ടി ഓഫീസിൽ നിന്ന് കൈക്കൂലി നൽകാതെ ജനങ്ങൾക്ക് സേവനം ലഭിക്കാത്തത് വിജിലൻസ് വിശദമായി അന്വേഷിക്കും. നടപടി റിപ്പോർട്ട് സർക്കാരിന് കൈമാറുമെന്ന് വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത അറിയിച്ചു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് SP-യുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. ഇക്കൊല്ലം വിജിലൻസ് മിന്നൽ പരിശോധനകളിലൂടെ 7.83 കോടി രൂപ പിഴ ചുമത്തി. GST വകുപ്പ് 11.37 ലക്ഷം രൂപയും മോട്ടോർ വാഹന വകുപ്പ് 1.05 കോടി രൂപയും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് 6.71 കോടി രൂപയും പിഴ ഈടാക്കി. 42 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.